ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ജീവിതത്തെക്കുറിച്ച് തന്നെ നിങ്ങളോട് സംസാരിക്കാം കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ നാം പലതും ആഗ്രഹിക്കും. പക്ഷെ നാം ആഗ്രഹിച്ചതൊന്നും ജീവിതത്തിൽ നടന്നു എന്ന് വരില്ല. നാം പലതും സ്വപ്നം കാണും, പലതും ആഗ്രഹിക്കും. പക്ഷേ അതൊന്നും നമ്മളെ തേടി വരില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ ആയിരിക്കും നമ്മളെ തേടി വന്നിട്ടുണ്ടാവുക. ചിലത് നമുക്ക് സന്തോഷം നൽകുന്നതാവും, ചിലത് നമുക്ക് ദുഃഖം നൽകുന്നതാവും. എന്തായാലും നമ്മൾ അത് സ്വീകരിക്കുക തന്നെ വേണ്ടേ? സന്തോഷമായാലും നമുക്ക് സ്വീകരിക്കണം, ദുഃഖമായാലും നമ്മൾ സഹിച്ചു തന്നെ പറ്റുള്ളൂ. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ പലതും ആഗ്രഹിച്ചാലും പക്ഷേ ആഗ്രഹിക്കണതൊന്നും ആവില്ല നമുക്ക് നടന്നിട്ടുണ്ടാവുക. അത് വിചാരിച്ചിട്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ജീവിച്ചു തന്നെയല്ലേ പറ്റുള്ളൂ. നല്ലത് വന്നാലും ചീത്ത വന്നാലും നമ്മൾ അത് രണ്ടായാലും നമ്മൾ സ്വീകരിച്ചു തന്നെ പറ്റുള്ളൂ. സന്തോഷമാകുമ്പോൾ നമ്മൾ നമുക്ക് നല്ല ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് സാധിക്കണമെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷെ മോശമാണെങ്കിലോ നമുക്ക് ഭയങ്കര ദുഃഖമായിരിക്കും. മോശമാണ് വിചാരിച്ചിട്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ഏത് വന്നാലും അതിൻ്റെ രൂപത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് പിന്നത്തെ ലക്ഷ്യം. ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മറുവഴി നമ്മൾ എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ച് മുന്നോട്ട് പോകും. സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിൽ നമ്മൾ ആർമാദിക്കുകയും ചെയ്യും. ഇതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. പക്ഷെ രണ്ടായാലും നമ്മളത് നേരിടുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവും. സന്തോഷം വരുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമുക്ക് മുഴുവനായിട്ടും ജീവിതത്തിൽ നടക്കണം വിചാരിച്ചാൽ നമ്മൾ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം നമുക്ക് അപ്പം ഉണ്ടാവും. കൂടെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അഹങ്കാരം മറക്കണത്. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും ഒരുപോലെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. സന്തോഷം വരുമ്പോൾ മാത്രം നല്ല രീതിക്ക് ജീവിക്കാമെന്നും ദുഃഖം വരുമ്പോൾ നമ്മൾ മോശമായിട്ട് മാറുന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും നമ്മുടെ ലൈഫ്. ദുഃഖങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉള്ളത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമുക്കുണ്ടാവണം. സന്തോഷത്തിൽ മാത്രമല്ലല്ലോ, ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ദുഃഖം എന്തായാലും ഉണ്ടാവും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിന് ഒരു ദുഃഖം കൂടെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് വേണം. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടും കൂടി നമുക്കൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് വേണം. നല്ലത് മാത്രമൊന്നുമല്ല ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുക, രണ്ടും ഉണ്ടായിരിക്കും. അടിക്കടി ദുഃഖങ്ങൾ മാത്രം ഉണ്ടാവില്ല, അടിക്കടി സന്തോഷങ്ങളും ഉണ്ടാവില്ല. രണ്ടും ഇടകലർന്നിട്ടാണ് ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തന്നെ നാളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒരിക്കലും നമ്മൾ നാളെ ആയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാനുള്ളൊരു സംഭവം നമുക്ക് വന്ന് ചേരില്ല. നമ്മൾ അത്ര വിചാരിച്ച് വെച്ച സംഭവങ്ങളാണെങ്കിൽ കൂടി നമുക്കത് ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അത് വിചാരിച്ചിട്ട് നമ്മൾ പരാജയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പുറകോട്ട് പോയിട്ടോ നിൽക്കല്ല വേണ്ടത്. അതിനെയും തരണം ചെയ്ത് നാളെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ടില്ല, മറ്റന്നാൾ നമുക്കതിനൊരു അവസരം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷേൻ്റെ ഒരു കൂടാരം എന്നാണ് പറയേണ്ടത്. നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണണം, എന്തെല്ലാം പ്രതീക്ഷകൾ നമുക്കുണ്ടാവണം. സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒരു കൂടാരം തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിക്കാൻ തോന്നുന്നത് എന്താണ്? നമുക്ക് നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹങ്ങൾ. നമുക്ക് ജീവിക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആഗ്രഹങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ്, പ്രതീക്ഷകൾ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ. നാളെക്കുറിച്ച് ഒരു സ്വപ്നമില്ലെങ്കിൽ ആൾക്ക് ജീവിക്കണം എന്നുള്ളൊരു മോഹമില്ല എന്നാണ് പറയേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ളൊരു കരുത്ത് നമുക്ക് വേണം. അതെന്താണ്? നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് നമ്മളെ പോരാടി മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം. ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും നടന്നു എന്നൊന്നും വരില്ല. കുറേ സ്വപ്നങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. കുറേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സ്വപ്നങ്ങൾ നമ്മളെ ഇടയ്ക്ക് കയറി വരാം. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോണത് ഓരോ ആൾക്കാരുടെയും ലൈഫ്.
നല്ലതിനെ മാത്രം ഉൾക്കൊള്ളാനൊന്നും, ജീവിതത്തിൽ നല്ലത് മാത്രം വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. രണ്ടും ഉണ്ടായിരിക്കും. നല്ലതും ചീത്തയും നമുക്ക് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏത് കാര്യങ്ങൾ, നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും നമ്മൾ അതിന് വേണ്ട, അല്ലെങ്കിൽ അതെങ്ങനെ നേരിടണം, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണത് നല്ലതാക്കുക, ചീത്ത സംഭവങ്ങളാണെങ്കിലും കൂടി നമ്മളത് എങ്ങനെ നല്ലതാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നമ്മൾ തന്നെയാണ് ചിന്തിച്ച് നല്ലൊരു കാര്യത്തിലെത്തേണ്ടത്. അപ്പോൾ എന്ത് പ്രതിസന്ധി ആയാലും എന്ത് ബുദ്ധിമുട്ടുകളായാലും നമ്മളത് ധൈര്യപൂർവ്വം നേരിട്ട് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കും. നമുക്ക് കരുത്തോടെ മുന്നേറുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാവുന്നത്. നാളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയാണ് നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണ മറ്റൊരു ഘടകം. നാളെ നല്ലത് വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക. ഏത് ദുഃഖമായാലും ദുരിതമായാലും ബുദ്ധിമുട്ടായാലും കഷ്ടപ്പാടായാലും അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു പുതിയ ഊർജം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കൂ.